ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് ഫോർ ഹെല്ല. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ടാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാനില്ല, ഞാൻ ബാക്ക് ക്യാമറയിലാണ് ഉള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അമ്മയുടെയും പപ്പയുടെയും ഹൗ വെൽ ഡു ദേ ന്യൂ ഈച്ച് അതറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാനൊരു 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും ഉത്തരവൊക്കെ പറയാൻ കുറച്ച് മടിയുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് പറയിപ്പിക്കാം. രണ്ടുപേർക്കും പോയിന്റ്സ് ഉണ്ട്, ആരാദ്യം പറയുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതേപോലെ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചോദിക്കാം. ആരാദ്യം പറയുന്നു എന്നുള്ള കാര്യമുണ്ട്. പക്ഷെങ്കിൽ പേര് പറയണം, എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പപ്പയ്ക്കാണ് ആദ്യം ഉത്തരം കിട്ടുമെങ്കിൽ പേരോ പപ്പാന്നോ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കൈ പൊക്കാം. എന്നാൽ കൈ പൊക്കിക്കോ. കൈയൊക്കെ പൊക്കണം, കൈയൊക്കെ പൊക്കി കണ്ടാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ അറിയാനൊരു സാധ്യതയില്ല. കളർ എന്തോ രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടെ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ പപ്പയും പറയണം, പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ അമ്മയും പറയണം. ഞാൻ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ആദ്യം പറയാം. എന്നാ പറ. ആ പപ്പ ആണോ? കള്ളത്തിനും പറയാൻ പറ്റത്തില്ല, ചെയ്യിപ്പിക്കാൻ. പ്രത്യേകിച്ചൊരു കളർ ഇഷ്ടമെന്ന് പറയാൻ അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ പ്രത്യേകിച്ചൊരു കളറിനോട് വലിയ ഇഷ്ടമില്ല. ഓരോ സമയത്ത് ഓരോ കളർ. പപ്പയ്ക്ക് മെറൂൺ തന്നെയാണ് ഇഷ്ടം. അപ്പൊ ആർക്ക് പോയിന്റ് കൊടുക്ക? അല്ല, അമ്മയിലെ ഉത്തരം പറഞ്ഞേ. അമ്മക്ക് അമ്മ ബ്ലൂ ഇടുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു നടപടിക്ക് പോയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാൻ നോക്കുവാന്നേ. ആ പറ്റത്തില്ല, ജയിപ്പിക്കാൻ നോക്കാൻ പറ്റൂല. രണ്ടുപേരും സത്യസന്ധത കളിക്കണം. അടുത്തത്, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയുടെ ആക്ടറിനെ പറ്റി കേട്ടോണ്ട് ഞാൻ ചോദിക്കുക. ഫേവറേറ്റ് ആക്ടർ രണ്ടുപേർക്കും മുട്ട ഇരുന്നു. അത് CM ആയിട്ടാ അമ്മയ്ക്ക് ഇഷ്ടം. പപ്പയ്ക്ക് ആരെയോ അറിയത്തില്ല. അറിയത്തില്ല. ആ അമ്മയ്ക്ക് ജോജു ജോർജിനെ നല്ല ഇഷ്ടമാണ്. അതിനൊരു 1/2 മാർക്ക് കൊടുക്കും. എന്റെ അമ്മ ഇങ്ങനെയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. സുമാതാവ് എന്റെ കൊറേ ഫേവറേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. എനിക്കും ജോജു ജോർജിനെ ഭയങ്കര ഇഷ്ടമാണ്. പൃഥ്വിരാജിനെ ഫേവറേറ്റ് ആ. ടൊവിനോയെ ഭയങ്കര ഇഷ്ടം. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പപ്പയുടെ ആക്ടറിന് മോഹൻലാല്. അപ്പൊ ഞാൻ ആർക്ക് പോയിന്റ് കൊടുക്കും? അമ്മയുടെ 1/2 മാർക്ക് ഞാൻ കട്ട് ചെയ്യാം. അമ്മയ്ക്ക് ഒന്നും ഫേവറേറ്റ് അല്ല എന്ന് പറഞ്ഞോണ്ട്. അതാണ് ന്യായം. അല്ല നിക്ക്, എനിക്ക് പോയിന്റ് ഇടണ്ടേ. ഇത് ഇങ്ങനെ ഞാൻ രണ്ടുപേർക്കും ഒന്ന് തരാം. ഇത് ഫൗളാ സത്യത്തിൽ. അടുത്തത്, ഇത് രണ്ടുപേരും ഓരോ ഡെസ്റ്റിനേഷൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടുപേർക്കും പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് എനിക്കറിയാം. അമ്മയ്ക്ക് ക്ലൂ തരാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ടാകത്തില്ല. അമ്മയ്ക്കൊരു വാട്ടർഫോൾ കാണണമെന്ന് ആഗ്രഹം, പപ്പയ്ക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് പറയാം. കറക്റ്റാട്ടോ, പപ്പ കറക്റ്റാ. ഷൈച്ചാൻ എപ്പോഴും ഇവിടെ പറയും. ഷൈച്ചാൻ എപ്പോഴും ഇവിടെ പറയുന്ന കാര്യം ഇത്. ആ പപ്പയ്ക്ക് എപ്പോഴും പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആര് വിളിച്ചാലും പറയും. സുധീഷ് ചേട്ടനോടും കഴിഞ്ഞ ദിവസം പറഞ്ഞ് എല്ലാരോടും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു സാധനമുണ്ട്. അമ്മയ്ക്ക് മുട്ട കൈസ്, ആദ്യത്തെ മുട്ട ഭാഗ്യം. അല്ലേ ഇവര് കള്ളക്കളിയായന്. ഇനി രണ്ടുപേരും ജനിച്ച വർഷം, ജനിച്ച ഡേറ്റ്, ജനിച്ച മാസം, നമ്പറിൽ പറയണം. അമ്മ 1985 നവംബർ 17. എനിക്ക് ഇതൊക്കെ പറയാൻ ചില സമയം എടുക്കും. ജൂലൈ 24, 1979. ആണോ പപ്പ? എനിക്കറിയത്തില്ല. ഇത് മിക്കവാറും രണ്ടുപേരും ജയിക്കും. അടുത്തത്, പപ്പ ആദ്യം വർക്ക് ചെയ്ത സ്ഥലം, അമ്മ ആദ്യം വർക്ക് ചെയ്ത സ്ഥലം. അമ്മയുടെ പപ്പ പറയും, പപ്പയുടെ അമ്മ പറയത്തില്ല. ആദ്യം വർക്ക് ചെയ്ത സ്ഥലം, ഫസ്റ്റ് വർക്ക് പ്ലേസ്. അപ്പൻ്റെ അമ്മയുടെ വർക്ക് അമ്മ എനിക്കറിയാം. പപ്പ ആദ്യം ഒരു ബൂത്തിലാ വർക്ക് ചെയ്തത്. ഫോട്ടോ ബൂത്ത്. അമ്മയ്ക്ക് മുട്ട. അപ്പൊ അമ്മയ്ക്ക് മുട്ടയെ. പപ്പ അമ്മ ആദ്യം വർക്ക് ചെയ്ത്, അതെനിക്കറിയാന്നറിയാം. അതെനിക്കറിയാന്നറിയാം. പപ്പയ്ക്ക് മൊത്തം ഉണ്ട്, അമ്മയ്ക്ക് 2 മുട്ടയെ. അടുത്തത്, ഇത് പപ്പയ്ക്ക് അറിയാം. പപ്പയുടെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഫേവറേറ്റ് ഫുഡ് അമ്മയുടെ. അപ്പനും പറയണം പപ്പയുടെ ചോറ്.
ചോറ്. ചോറ്. പപ്പയുടെ എന്തുവാ? കൊഞ്ച് തീയല്. ആ കൊഞ്ച് തീയല്. ശരി അതാണ് best. കൊഞ്ച് തീയല് അത് തന്നെ. ശരിയാ പക്ഷേ ശരി. അത് വയറ് നിറച്ച് ചോറ് വേണം, അതാണ് പ്രശ്നം. ഓക്കെ ഗൈസ്, പപ്പയുടെ അപ്പം അമ്മ പറഞ്ഞു, അമ്മയുടെ പപ്പ പറഞ്ഞു, പക്ഷെ അമ്മ പപ്പയുടെ പറഞ്ഞിട്ടില്ല. പപ്പയുടെ പറഞ്ഞു എന്തോ ഫുഡ് ഫുഡ് പപ്പായ്ക്ക് എല്ലാം കഴിക്കും. സാമ്പാറും പച്ചമോരും മീൻ വറുത്തത്. ആ അത് എന്റെയും പപ്പയുടെയും ഫേവറേറ്റ് പക്ഷെ ഫുഡ്. അമ്മയ്ക്ക് തെറ്റി, ബീഫ് പറഞ്ഞില്ല. ആ ശരിയാ, അപ്പന് ബീഫാ ഇഷ്ടം. ബീഫ് റോസ്റ്റും പൊറോട്ടയുമാ. അമ്മ തൊട്ടി അപ്പൊ തോറ്റു. അപ്പൊ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഓരോ സമയത്ത് ഓരോ നൽകി. അല്ലല്ല, പപ്പയ്ക്ക് എപ്പോഴും പൊറോട്ടയും ബീഫും ഇഷ്ടം. അതാണ് പപ്പയുടെ ടോപ്പ് നോട്ട്സ്. നീ പൊറോട്ട പൊറോട്ട അങ്ങനെ പറയാൻ ഞാൻ പറ്റില്ല. ബീഫിന്റെ കാര്യം അത് പറ്റില്ല, അത് പറ്റില്ല, പൊട്ടിക്കുക അത് എന്നുള്ളതാണ്. പറ്റില്ല. ആ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല മോനെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. എന്നുവെച്ചാൽ ഒരു സമയത്ത് നമുക്ക് ഒന്നായിരിക്കും ഇഷ്ടം. പക്ഷെ ഒരു സമയത്ത് ഇതുവരെ പപ്പയ്ക്ക് എപ്പോഴും ബീഫാ ഇഷ്ടം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഷൈജ പറഞ്ഞു, പണ്ടത്തെ പോണക്ക് ബീഫ് താല്പര്യമില്ലെന്ന്. അതൊക്കെ പപ്പ പറയുന്നേ ഉള്ളൂ. പപ്പയ്ക്ക് ഇപ്പോഴും എവിടെയും പോയ ബീഫും പൊറോട്ടയും ഇഷ്ടം. സാമ്പാറും ബീഫ് ഫ്രൈ. മതി, പെട്ടെന്ന് ചോദ്യം അടുത്ത ചോദ്യം. ഇത് ഞാൻ പപ്പയ്ക്കേ പോയിന്റ് കൊടുക്കത്തുള്ളേ. അമ്മ തോറ്റില്ല, നാളെ പപ്പയ്ക്ക് ബീഫാ ഇഷ്ടം. ആ ഞാൻ പപ്പയ്ക്കേ എനിക്ക് പോയിന്റ്. തോന്നുന്നു എനിക്ക് ഓർമ്മ ഇനി എത്ര വെച്ചിട്ട് വർഷം? ഇനി എത്ര വർഷം? ഇച്ചിരിയോ അങ്ങനെ പറയരുത്. ഓർമ്മയ്ക്ക് പോലും മാനിക്കണം. ഞാനില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല അമ്മ. ഇത് രണ്ടുപേർക്കും അറിയത്തില്ല, അതെനിക്കറിയാം. അമ്മയുടെയും പപ്പയുടെയും ഫേവറേറ്റ് സബ്ജക്ട് ഏതായിരുന്നു സ്കൂളിലെ? അമ്മയുടെ പപ്പ പറയണം. അമ്മയുടെ സബ്ജക്ട് മാത്സ്. അയ്യോ, മാത്സ് നല്ലതായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ എങ്ങനെയോ കറക്കി തിരിഞ്ഞ് ഇവിടെ എത്തിയതാ. പപ്പായുടെ അപ്പോഴേക്ക് പിന്നെ പ്രത്യേകിച്ച് എല്ലാ സബ്ജക്റ്റും ഇഷ്ടമായിരുന്നു പറയുന്നതായിരിക്കുന്നില്ല. പ്രത്യേകിച്ച് സബ്ജക്റ്റ് ഒന്നും ഇഷ്ടമല്ലായിരുന്നു. മാത്സിൽ പ്രോ ആയിരുന്ന അമ്മയുടെ മോളാണ് ഞാൻ. പക്ഷേ ഞാൻ മാത്സിൽ ഒട്ടും പ്രോ അല്ല. അപ്പൊ ഇതിലാർക്കാ പോയിന്റ്? അമ്മയ്ക്കും പപ്പയ്ക്കും പോയിന്റ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ കറക്കി കുത്തിയുള്ള ആൻസർ ആട്ടോ. പപ്പയുടെ അമ്മയുടെ ഫേവറേറ്റ് സ്പോർട്സ്. അമ്മയുടെ എനിക്കറിയത്തില്ല, പപ്പയുടെ എനിക്കറിയാം. ഫേവറേറ്റ് സ്പോർട്ട് മീൻസ് സ്പോർട്സ്. സ്പോർട്സ് അമ്മയും പപ്പായും ഒന്ന് തന്നെ. അമ്മ ഭയങ്കര ക്രിക്കറ്റ് കളിക്കാരിയാണ്. ആണോ അമ്മേ? പിന്നെ ചുമ്മാ പപ്പ പറയുന്നില്ല, അമ്മയെ കളിയാക്കി പറയുന്നത്. ആ. ക്രിക്കറ്റ് തന്നെയേ കാണാറുള്ളൂ. ഞാനും ക്രിക്കറ്റേ കാണാറുള്ളൂ. എനിക്കും ക്രിക്കറ്റാണ് ഇഷ്ടം. അപ്പോൾ പപ്പയ്ക്ക് ഒന്ന് അമ്മയ്ക്ക് ഒന്ന്. ഇത് ആക്ച്വലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ജയിപ്പിക്കാൻ നോക്കുന്ന കളിയാണ്. അമ്മ തോറ്റി. ഇനി അടുത്തത്, ഇത് രണ്ടുപേരും സെയിം ഉത്തരം തന്നെ ഇവർക്ക്. മാരേജ് ഡേറ്റും ഡേയും. മോനെ മാരേജ് 5-6 ഡേയും ഡേറ്റും അല്ല, ഇയറും ഡേറ്റും. ഇതിലേതിലും ഒരെണ്ണം പറ. ഡേയും പറയണം. ആക്ച്വലി നിങ്ങൾ രണ്ടും കല്യാണം കഴിച്ചവരാ. 2023 Jan 2023 കല്യാണം കഴിക്കുന്നേ. 2023 കല്യാണം കഴിക്കുന്നത്. പോ പിള്ളേരെ, ഞാൻ 2012 ജനിച്ചേ. 2003. അതാ പറഞ്ഞേ. 23. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഡേ ഓർക്കുന്നത്, ഡേറ്റ് ഓർക്കുന്നത്, ഇയർ ഓർക്കുന്നതിന് വളരെ പൂറായിട്ട്. എന്നാലും 2023 എന്നൊന്നും പറയരുത്. ഞാൻ ഹന്നിക്ക് 2004 2012 ഒക്കെയാ. 2003 2003 January 23. ആ പല ഡേറ്റ് ഉണ്ട്. അതിൽ ഒരു ഗൈസ്, ഇവരുടെ ലവ് സ്റ്റോറി ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടില്ല. ഞാനത് അറിയാൻ ഈഗർലി വെയിറ്റിംഗ്. അതിനകത്ത് ഒരു ഡേറ്റ് Jan 23 ആണ്. ഇവർ 2-3 വട്ടം കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഇവര് തന്നെ പറയാറ്. ഇനി അടുത്തത്, ഇത് എനിക്ക് രണ്ടുപേരുടെ ഓരോ കഥ അറിയാം. ആ സെയിം സാധനം തന്നെ പറയണം. പണ്ട് നിങ്ങൾ രണ്ടും പേടിച്ചോടിയ ഒരു കഥ. രണ്ടുപേരും വേറെ സിനാരിയോസിലാണ് പേടിച്ചോടിയത്. പക്ഷെ രണ്ടുപേരും എന്നോട് എപ്പോഴും പേടിച്ചോടിയ ഒരു കഥ പറയാറുണ്ട്. പപ്പയുടെ പേടിച്ചോടിയ കഥ അമ്മയും പറയണം. ഓടിയ കഥ ഞാൻ ആദ്യം പറയാം. ആ അതെനിക്ക് അറിയാന്നറിയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞ് വെച്ചിട്ട് പപ്പ രാത്രി വണ്ടിയുടെ ഓട്ടം പോയി കഴിഞ്ഞിട്ട് 1:30 തിരിച്ചു വരിക. തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആ താഴെ സീജമാരുതിൽ അവിടെ അവരുടെ ആ ഗേറ്റ് ഉണ്ടല്ലോ, ആ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ തകരം കൊണ്ടുള്ള ഗേറ്റ്. അപ്പം ഇങ്ങനെ അപ്പുറത്തെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു കൈ മണ്ണ് വാരി എറിഞ്ഞു. അപ്പൊ ഈ തകരത്തെ വീഴുമ്പോ ഭയങ്കര സൗണ്ട് അല്ലേ. അപ്പൊ ആ സൗണ്ട് കേട്ടതുമല്ല, ആരോ നിന്ന് എറിഞ്ഞ പോണക്കുള്ള ഫീലായിരുന്നു പപ്പയ്ക്ക്. രാത്രി 1:30 കഴിഞ്ഞെന്ന് ഓർത്തോണം. പപ്പ ഒറ്റ ഓട്ടത്തിന് വീട്ടിൽ വന്നു. അങ്ങനെ പപ്പയ്ക്ക് ഒരു ഭയങ്കരമായിട്ട് ഹൊറർ അനുഭവമുണ്ട്. പപ്പയുടെ അതും പിന്നെ പപ്പ വേറെ പേടിച്ചത്, പപ്പ പണ്ട് എക്സ്ട്ര കാണാൻ തിയേറ്ററിൽ ഒറ്റയ്ക്ക് പോയി സ്പീക്കറിന്റെ മൂലക്കിരുന്നു. തിയേറ്ററിൽ വലിയ മനുഷ്യരൊന്നും ഇല്ല, പേടിച്ച് 2 ആഴ്ച പനി പിടിച്ചിരുന്നു. ഈ 2 കഥയാണ് എനിക്കറിയാവുന്നത്. ഇനി അമ്മയുടെ ഒരു കഥ. അല്ല, എനിക്കറിയാവുന്ന കഥ പറയണം. അമ്മ പേടിച്ചോടിയെന്ന് എന്നോടും ഹന്നോടും പറഞ്ഞൊരു കഥ. തലയിലോട്ട് കയറിയപ്പോ ഓടി വെളിച്ച് ഭയങ്കര അല്ല,
അമ്മ എപ്പോഴും എന്നോട് ഹന്നയോടും പറയുന്നൊരു കഥയുണ്ട്. അതിൻ്റെ ഒരു ക്ലൂ തരാം. അമ്മ മുരിപ്പിന് പോയപ്പോഴാണ്, മുരിപ്പേലയത്ത് കയറിയപ്പോൾ അമ്മ ഒരു സാധനത്തെ കണ്ട് പേടിച്ച് അലറി വിളിച്ച് തിരിച്ചോടി. അയ്യോ നിങ്ങൾക്ക് രണ്ടിന് എന്തുവാ ഇത്? അമ്മ ഈ കഥ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ഹന്നയുടെ അടുത്തും. കുക്കൻ എന്തുവാ? കുക്കൻ എന്തുവാ? അത് തന്നെ കുക്കൻ എന്തുവാ? ഉക്കനല്ലേ? ഉക്കന് നല്ല എന്നോട് പറഞ്ഞ മൂങ്ങയാണല്ലോ അത്. അതെന്തോ കുക്കൻ? മൂങ്ങയല്ലേ മനുഷ്യര്? കുക്കൻ കുക്കനല്ല, മൂങ്ങ. അത് ഞാൻ പറയാം. ഒരു കഥയാ. മൂങ്ങയുണ്ടല്ലോ, മൂങ്ങയുടെ തലയാണെങ്കിൽ 360 ഡിഗ്രി തിരിക്കാൻ പറ്റും. എനിക്ക് അറിയത്തേ. ഞാൻ പണ്ടൊരു കവിതയെ പഠിച്ചിട്ടുണ്ട് 2ാം ക്ലാസ്. അതേ അറിയത്തേ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ അയ്യത്ത് മേളിലോട്ട് ഇച്ചിരി കാടാണ്. അപ്പൊ ഞാൻ അവിടോട്ട് ഇങ്ങനെ പോയപ്പോ ഒരു മൂങ്ങ ഒരു മരത്തേൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അത് അങ്ങോട്ട് തിരിഞ്ഞായിരുന്നു ഇരുന്നത്. ഞാനത് താഴെ വന്നിട്ട് ഞാൻ പണ്ട് മുതലേ മൂങ്ങാന്ന് പറയുന്ന പ്രേതമാണെന്നൊരു ചിന്ത എനിക്കുണ്ട്. എന്നിട്ട് ഞാനിത് തിരിഞ്ഞ് അവിടെ മേലിൽ നിന്ന് ഇറങ്ങിയപ്പോ അത് അങ്ങോട്ട് നോക്കിയിരിക്കുമായിരുന്നു. ഞാൻ താഴെ വന്നു, ആ മരത്തിന്റെ കമ്പിന്റെ അടുത്ത് ഞാൻ താഴോട്ടേക്ക് പോകുന്നു. ഇവിടെ വന്നപ്പോ എന്താണ്ട് നോക്കിയപ്പോ ഇതിന്റെ ബോഡി അങ്ങോട്ട് ഇരിക്കുവോ, തല നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാനൊരൊറ്റ അലർച്ചയും ഓട്ടോ പോവാ. എന്റെ പൊന്നെ, ഞാൻ അന്നല്ല പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന സത്യാവസ്ഥ മനസ്സിലാക്കിയ മൂങ്ങാടെ തലേന്ന് പറയുന്നത് 360 ഡിഗ്രി കറങ്ങാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു വലിയ ഹൊറർ അനുഭവം ഉണ്ട്. അത് ഹൊററാണോ ചോദിച്ചാൽ എനിക്കറിയാം. ഫസ്റ്റ് എന്തായാലും പപ്പ ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിച്ചിട്ടില്ല. 12 മാർക്ക്. ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഹായ് ബൈ, സീ യു.